ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാൻഗോ ഹിയർ. സോ ഞാൻ ഇന്നുള്ളത് ഇവിടെ ലിത്വേനിയയിലാണ്, നമ്മുടെ ലാറ്റ്വിയയുടെ തൊട്ടടുത്തുള്ള രാജ്യം. ഇവിടെ എനിക്കിപ്പം എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു സയൻറ്റിഫിക് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം ഇന്ന് ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് തേർഡ് ഡേ ആണ്. പക്ഷേ പരിപാടി തുടങ്ങിയിട്ട് 2 ദിവസമായി, രണ്ടാമത്തെ ദിവസമാണ്. പക്ഷെ ഇന്നലെ എനിക്ക് വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇന്നലത്തെ ഞാൻ മിക്കവാറും ഒരു ഷോർട്സ് ആയിട്ട് ഇടാം. ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഇപ്പം ഞാനിന്നിപ്പം എണീറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്ന ഹോട്ടലുണ്ട്, ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. ഇത് പലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. സോ അതിനടുത്തപ്പം നമുക്കെല്ലാം അക്കോമഡേഷൻ എല്ലാം നമ്മളെ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പരിപാടിക്ക് പോകണതാ. നമ്മുടെ പരിപാടി നടക്കുന്ന ഹോട്ടൽ എത്താറായി. ഇതാണ് നടക്കുന്ന ഹോട്ടൽ. ഞാൻ താമസിക്കുന്ന സ്ഥലം പിന്നെ കാണിച്ചു തരാം. ഞാൻ എന്തായാലും അടുത്ത ക്ലിപ്പിൽ കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ലേറ്റായി. കാരണം ലേറ്റ് ആവുന്നതാണ്. കാരണം 9 മണിക്കാണ് അവിടെ എൻ്റെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതെന്തായാലും കഴിച്ചിട്ട് വരണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ലേറ്റ് ആവും. ഒരു സെഷൻ മിസ്സാവും, പക്ഷെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ സെഷൻ ഉണ്ട് വേറെ. സോ ഞാൻ അകത്തോട്ടേക്ക് പോവാണ്. ഓക്കെ. New type of spectroscopy system, fully commercial, together with the in the Ahmet Erbakan'ın in water. phase gradient and the work of the Johnson effect. സോ ഗൈസ്, അപ്പം അന്നത്തെ ദിവസം എനിക്ക് വേറെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കാണിച്ചല്ലോ കുറച്ച് ലെക്ചേഴ്സിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ ഇന്ന് ആക്ച്വലി അതും കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ജസ്റ്റ് ഞാൻ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് എനിക്കിപ്പോൾ വൈകുന്നേരം 5:30ക്കാണ് ബസ്സുള്ളത്. അപ്പോൾ അതുവരെ മൊത്തത്തിൽ ഇവിടെ നിന്ന് കറങ്ങി അടിച്ച് ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്നുകൂടി പോരാം. 2 പ്രാവശ്യം പോയിട്ടുണ്ട് ബീച്ചിൻ്റെ അങ്ങോട്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടെ അങ്ങോട്ട് പോയി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ ഞാനതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഹോട്ടൽ. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെയാണ്. ആക്ച്വലി ഞാൻ വെക്കേറ്റ് ചെയ്ത് വിടുന്നു. ഇത് ചെറിയൊരു സെറ്റപ്പാണ്, ഒരു 3-4 ഏക്കറുള്ളൊരു ചെറിയൊരു സെറ്റപ്പാണ്. സോ ആക്ച്വലി ഞാൻ വെക്കേറ്റ് ചെയ്ത് എൻ്റെ ലഗേജ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വൈകുന്നേരം വരാം, വന്നിട്ട് എടുക്കാം. എന്നോട് ഇവിടെ മറ്റേ താക്കോലൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് താക്കോലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞൊന്ന് കറങ്ങിയൊക്കെ അടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോകേണ്ട ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പം അങ്ങോട്ട് വന്നിട്ട് ലഗേജ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് മുന്നോട്ട് പോയിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് നോക്കാം. ഇത് ഇവിടുത്തെ ചെറിയ സ്റ്റോർ, ഡയറക്റ്റ് ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു സ്റ്റോറാണ്. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ, ഐസ്ക്രീമും ഡ്രിങ്ക്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ മൊത്തത്തിൽ കണ്ടോ, ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാഫേസ്, അതിനോട് അനുബന്ധിച്ച് തന്നെയുള്ള കുറച്ച് സ്റ്റേകളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊള്ളാം. അപ്പോൾ ഉണ്ടോ, അങ്ങനെ മോസ്റ്റ്ലി സ്ട്രെയിറ്റ് ആണ്, അങ്ങനെ നേരെ നടന്നു പോകണമാണ്. ഇറക്കവും കയറ്റവും അങ്ങനെ പരിപാടികളൊന്നുമില്ല. സോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സോ ഗസ് ഇത് ആക്ച്വലി ഇവരുടെ എനിക്കൊന്ന് ലിത്വാനിയക്കുള്ള ആകെ ഒരു ഇതുപോലത്തെ സ്റ്റേക്കേഷൻ, അതുപോലെ തന്നെ അങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ബീച്ച് പോയിന്റ് ആണ്. നമ്മളിപ്പോൾ നാട്ടിലിപ്പം കോവളം, അതുപോലെ തന്നെ വർക്കല, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ കോഴിക്കോട് ബീച്ചുണ്ട്. അങ്ങനെ ബീച്ച് റിസോർട്ടുകൾ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. തൃശ്ശൂരിനാണ് സ്നേഹതീരമുണ്ട്. അപ്പം അതുപോലൊരു സംഭവമാണ് ഇവിടുത്തെ, അതായത് ഈ രാജ്യത്തിനാകെയുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. കാരണം ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ 4 ദിവസം ഞാൻ ആ ഹോട്ടലിൽ താമസിക്കുന്നത്. അവിടെ ഒരുപാട് പേര് വയസ്സായവരൊക്കെ ഡെയിലി ഞാൻ കാണുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവിടെ ഡെയിലി അവരെ കാണാം. അവർ താമസിക്കുന്നുണ്ട്. ഒരു അമ്മയും മോനും വന്നിട്ട് സ്റ്റേക്കേഷൻ പോലെ വന്ന് ഇങ്ങനെ നിന്ന് റിലാക്സ് ചെയ്യുന്നത്. അപ്പം വയസ്സായി റിട്ടയർ ആയവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വരുന്ന അങ്ങനത്തെ ടൈപ്പ് സ്ഥലമാണത്. ഇവരുടെ സംഭവം കൊള്ളാം. പിന്നെ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ലിത്വാനിയനും ലാറ്റ്വിയനും വേറെ വേറെ ലാംഗ്വേജ് ആണ്, സെയിം ലാംഗ്വേജ് അല്ല. ഇപ്പം ഇവർ കോമൺ ആയിട്ട് റഷ്യൻ സംസാരിക്കും. ഈ ബാൾട്ടിക് കൺട്രികൾ, അതായത് എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, ഈ 3 രാജ്യങ്ങളും റഷ്യൻ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇവർ ഇംഗ്ലീഷിൽ സംസാരിക്കുക, റഷ്യൻ, അങ്ങനെയാണ്. ഇവിടെ നമ്മളൊപ്പമുള്ള ലാറ്റ്വിയൻസ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. സോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും, ഒരു ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ആൾക്കാർ കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കും. ലാറ്റ്വിയനെക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതിങ്ങനെ ഞാൻ കണ്ടല്ല കാണിച്ചത്. അപ്പം ഈ പാർക്കിൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കുവാണ്. ഇങ്ങനെ അവിടെ കണ്ട ഒരു ചെസ്സ് പോലെ ഒരു ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചെസ്സ് പോലെ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ ഈ ഹാരി പോട്ടറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ പരിപാടി പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ എന്തോ കൺസേർട്ട് ഹാളാണ്. കൺസേർട്ടിന് നടക്കുന്ന പരിപാടികൾ നടക്കുന്ന ഒരു ഹാളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ വഴിക്ക് കണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതാ ഒരു പുള്ളി അവിടെ നിൽക്കുന്നു, വടിയെ കുത്തിപ്പിടിച്ചിട്ട്. കൊള്ളാം.
ഇതിങ്ങനെ ഇവരുടെ ഓരോ ഷോൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതെന്തോ മ്യൂസിക്കൽ ഡ്രാമ 30-ാം തീയതി മ്യൂസിക്കൽ ഡ്രാമ പോലെ. പിന്നെ ഇവിടെ എന്തോ ഇവരെ അവാർഡ് നൈറ്റോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ്. പലങ്കോസ് കൺസേർട്ട് സെയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇവരുടെ പ്രോഗ്രാം ലിസ്റ്റാണ് തോന്നുന്നുണ്ട്. പരിപാടികളുടെ പ്രോഗ്രാം, അതായത് ഡേറ്റ് 8-ാം തീയതി 8-ാം തീയതി കഴിഞ്ഞ പരിപാടികൾ. ഇപ്പോൾ ഒരു മാസത്തെ പരിപാടികൾ മൊത്തത്തിൽ സംഭവം ഉണ്ട് തോന്നുന്നുണ്ട്. മാസമല്ല, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ. നമുക്ക് ബീച്ചിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ ബീച്ചിലോട്ടുള്ള വഴിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയാണ് നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റ്സും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ കൊള്ളാം, സംഭവം നൈസാണ്. നമ്മുടെ ഇതൊക്കെ ശംഖുമുഖമൊക്കെ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്തുള്ള, അങ്ങോട്ട് നടക്കുന്നു. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യില്ല ഞാൻ സംഭവം. എന്നാലും അതുപോലെ ഇങ്ങനെ നടക്കുന്നൊരു വഴി, രണ്ട് സൈഡിലും കടകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ കാര്യങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ. ഇത് കണ്ട പിള്ളേർ കളിക്കുന്ന ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സൈഡിലുണ്ട്. ആക്ച്വലി മെയിൻലി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാണ്. ആക്ച്വലി സൈഡിൽ റെസ്റ്റോറൻറ്റ്സും ക്ലബ്ബുകളും പരിപാടികളൊക്കെ ആയിട്ട് നേരെ നടന്നു ചെല്ലുന്നത് ബീച്ചിൻ്റെ ആ ഭാഗത്തോട്ടാണ്. ഞാനിങ്ങനെ നടക്കാണ് അങ്ങോട്ടേക്ക്. സൈഡിലൊക്കെ നല്ല കടകളൊക്കെ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ പബ്ബുകളുണ്ട് അവിടെ. പബ്ബ്, ഈ കാണുന്നത് ഒരു പബ്ബാണ്. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. അതായത് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നടക്കാനുണ്ട്. ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പം ബ്ലോഗേഴ്സ്, ഇപ്പം സുജിത് ഭക്തന്, ട്രാവലേഴ്സ്, ഇപ്പം മല്ലു ട്രാവൽ, എല്ലാവരും വന്നു പോകുന്ന മെയിൻ സിറ്റീസിലോട്ടാണ്. ഇപ്പം ലിത്വാനിയ വരാണെന്ന് തന്നെ ബിസിനസ്സിൽ ജസ്റ്റ് വന്നിട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ വന്നിട്ട് പോകും. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ലാറ്റ്വിയിലാണെങ്കിൽ യൂർമല പോലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ. സോ അവിടെ നിന്ന് ആരും അങ്ങനെ വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് സംഭവം അറിയില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിപ്പം ഇഷ്ടം പോലെ പിള്ളേർ പുറത്ത് പഠിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം കാര്യങ്ങൾ നോക്കാം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ ഞാനത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ജസ്റ്റ് ഒരു നാട് പോയി ജസ്റ്റ് കണ്ടിട്ട് വരാമെന്നുള്ള കാര്യമല്ലാതെ നമ്മൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുക. അവിടെയുള്ള ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ടാവും. ഇങ്ങനത്തെ ഹിഡൻ എന്നല്ല, ഈ നാട്ടുകാർക്ക് അത്യാവശ്യം നോൺ ആയിട്ടുള്ള സ്പോട്ടുകളായിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ ട്രാവലേഴ്സൊക്കെ, യൂറോപ്യൻസ്, ഇപ്പം ലാറ്റ്വിയ, ലിത്വാനിയ പോലുള്ള സ്ഥലങ്ങളൊക്കെ, ജർമ്മനി, സ്പെയിൻ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരും. പക്ഷേ ഇതൊന്നും വരില്ല. നമ്മുടെ പുറത്ത് ഇന്റർനാഷണൽ ട്രാവലേഴ്സൊന്നും ഇങ്ങനെ വരില്ല. ഇന്ത്യൻസോ അറബ്സോ അങ്ങനൊന്നും വരില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. സോ ഗൈസ്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊരു 2 പാർട്ട് വീഡിയോ ആയിട്ട് ഇറക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ബീച്ചിലെത്തുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും കാണാം. ഇത് കണ്ടവരെല്ലാവരും അതെന്തായാലും കണ്ടിരിക്കുക. കാരണം അതാണ് മെയിൻ പാർട്ട് ഇതിൻ്റെ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മളെ കാര്യങ്ങൾ എല്ലാവരും കാണട്ടെ. പലങ്ക, ലിത്വാനിയുള്ള ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള മലയാളികളെല്ലാം കാണട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ കാണണ്ടേ, അതൊന്ന് എല്ലാ ഐക്കണും കൂടി ഞെക്കി വെച്ചേക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. സോ ബൈ.